ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ആർച്ചയുടെ അമ്മ വർഷ തന്നെയാണെന്നുള്ളത് ആർച്ചയുടെ അച്ഛൻ തുറന്നു പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും നമുക്കിന്ന് റിവ്യൂയിലേക്ക് പോവാം. അതിനുശേഷം തന്നെ എല്ലാവരും കൂടി ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ശിവയാണെങ്കിലോ ഇന്ന് സ്പെഷ്യലായിട്ട് ഒരു ചിക്കൻ കറി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇത് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു ഷെഫ് ഉണ്ടാക്കിയ കറിയാണെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ അബിയും അതുപോലെ അഞ്ചും ഒക്കെ ചപ്പാത്തി വരത്തുന്നതുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ശിവയാണെങ്കിലോ ഇത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും, എന്താ ഇതുവരെ കറി ആയില്ലേന്ന് അഞ്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. ആവുമ്പോൾ അങ്ങ് വിളിക്കാം ഞാൻ, എന്നാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇതിൽ മസാല കുറച്ചുകൂടി വേണടോ. ഇതന്നെ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. സൂപ്പർ ഷെഫുകൾ പറഞ്ഞിട്ടുള്ള കാര്യം അനുസരിച്ച് തന്നെയാണ് ഞാൻ അതിൽ ചേർത്തിട്ടുള്ളത്. അതുകൊണ്ട് നിൻ്റെ അഭിപ്രായമൊന്നും വേണ്ട. എന്തായാലും താനൊക്കെ ചപ്പാത്തി ഉണ്ടാക്ക്, ചിക്കൻ കറി ആകുമ്പോൾ ഞാൻ പറയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വർഷ വരുന്നുണ്ട്. എന്തായാലും ശിവയുടെ ഈ ചിക്കൻ കറി എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ആകുന്ന സമയത്ത് ഞാൻ ബെല്ലടിക്കാം. അതിനുശേഷം തന്നെ പ്ലേറ്റുമായിട്ട് വരിയായിട്ട് വന്ന് നിന്നാൽ മതിയെന്ന് പറയുന്നു. പിന്നെ ആർച്ചമോളെ കുറിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ. അവളുടെ അച്ഛനെ ഞാൻ ഇന്ന് കണ്ടു. അപ്പോൾ അയാളാണെങ്കിലും ആ കുട്ടിയെ പൂട്ടിയിട്ടിട്ട് എങ്ങോട്ടോ പോയിരിക്കുകയാണ്. അമ്മയെക്കുറിച്ച് അറിയില്ല എന്നാണ് കുട്ടി പറയുന്നത്. എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. നാളെ എന്തായാലും താൻ അങ്ങോട്ടൊന്ന് പോയി നോക്കണമെന്ന് ശിവ പറയുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിച്ചാൽ മതി, ഞാൻ അപ്പോൾ വരാം. ആ കുട്ടിയെ ചുറ്റിപ്പറ്റി എന്തോ ഒരു ദുരൂഹതയുണ്ട്, അതെനിക്ക് മനസ്സിലായി എന്നൊക്കെ വർഷ ശിവയോട് പറയുന്നുണ്ട്. എന്നാലും നമുക്ക് വേണ്ട നടപടികൾ എടുക്കാന്നേ, താൻ വിഷമിക്കേണ്ട എന്നും പറഞ്ഞു കേട്ടോ. അതിനുശേഷം പിറ്റേ ദിവസം തന്നെയാണ് കാണിക്കുന്നത്. ആർച്ചമോളെ എന്നത്തെയും പോലെ തന്നെ ആ വീട്ടിനകത്ത് പൂട്ടിയിട്ടിട്ട് തൻ്റെ അച്ഛൻ പോയിരിക്കുകയാണ്. വഴിയിൽ വെച്ച് തന്നെയാണ് നമ്മുടെ വർഷ അത് കാണുന്നത്. അയാളെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കേട്ടോ. എൻ്റെ മോൾ തനിച്ചാണ്, എൻ്റെ മോൾക്ക് ആരുമില്ല എന്ന് അയാൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ പോലീസുകാർ അതൊന്നും കേൾക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ വർഷ എന്തായാലും ആ ഒരു വണ്ടിയുടെ പുറകെ തന്നെ സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ സർ, ഇയാൾ പറഞ്ഞ് ശരിയാണ്, ഇയാൾക്കൊരു കുഞ്ഞു മോളുണ്ടെന്ന് പറയുന്നു. കുട്ടി എന്തൊക്കെയാണ് പറയുന്നത്? ഇയാൾ പരോളിന് ഇറങ്ങിയിട്ടുള്ള ഒരു ജയിൽ പുള്ളിയാണെന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് തന്നെയാണ്, അല്ല സർ, ഇയാൾക്കൊരു കുട്ടിയുണ്ട്, ഞാൻ ആ കുട്ടിയെ കണ്ടിട്ടുണ്ട്, ചിലപ്പോൾ ശരിയായിരിക്കാം, പക്ഷേ ഇയാൾ പിടിതിരാതെ നടക്കുകയാണ്, ഇയാളുടെ പരോള് കഴിഞ്ഞിട്ടും ഇയാൾ അകത്ത് കയറാതെ നടക്കുകയാണെന്നൊക്കെ പറയുന്നു കേട്ടോ. ആ സമയത്ത് എൻ്റെ മോളെ രക്ഷിക്കണം, എൻ്റെ മോൾക്ക് ആരുമില്ല മാഡം എന്ന രീതിയിലൊക്കെ വർഷയോട് നിർബന്ധിച്ച് പറയുന്നുണ്ട്. അവൾ രക്ഷിക്കണം, അവൾക്കൊന്നും ഭക്ഷണം പോലും കിട്ടില്ല. അങ്ങനെ ആ ഒരു വീടിൻ്റെ വർഷയ്ക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ മോള് പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. മേഡം രക്ഷിക്കണമെന്ന് പറയുന്നു. ആ ചാവി എടുത്തിട്ട് വർഷ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ അവിടെ രണ്ട് സ്ത്രീകൾ വരുന്നുണ്ട്. ആ കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ടാണ് കേട്ടോ അവർ വരുന്നത്. ആ സമയത്ത് ഈ കുട്ടി ആരാ ഈ പൂട്ടിയിട്ടിരിക്കുന്നത് എന്താണെന്നറിയില്ല, കഷ്ടിച്ച് ഒരാഴ്ചയായിട്ടുള്ളൂ ഇതിൻ്റെ അച്ഛനെ ഇവിടെ കണ്ടു തുടങ്ങിയിട്ട്, അമ്മയെ കണ്ടിട്ടുമില്ല. പാവം കൊച്ച് വിശന്നിട്ട് കരയാണോന്ന് അറിയില്ല. ഇതിന് പൂട്ടിയിട്ടിട്ട് അവരെങ്ങോട്ട് പോയി, എന്ത് മനസാക്ഷി ഇല്ലാത്തവരാണ്. അയാളൊരു കൊലക്കേസിൽ പ്രതിയാണെന്നൊക്കെ പറയുന്നു കേൾക്കുന്നുണ്ടെന്ന് പറയുന്നു. ആ സമയത്ത് വർഷ അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ അവർ ചോദിക്കുന്നുണ്ട്, എന്തൊരു സ്ത്രീയാണ് നീ ഒരു അമ്മയാണോ? ആ ഒരു പിഞ്ചു കുട്ടിയെ പൂട്ടിയിട്ടിട്ടാണോ ജോലിക്ക് പോകുന്നത്? നിങ്ങൾ എന്താ അനാവശ്യമാണ് പറയുന്നത്? നിങ്ങളെപ്പോലെ തന്നെ എനിക്ക് ഈ കുട്ടിയെക്കുറിച്ച് ഒന്നും അറിയില്ല. പിന്നെ നിനക്ക് ഈ ചാവി എങ്ങനെ കിട്ടി? അത് ഇവളുടെ അച്ഛൻ അവരെ പോലീസ് കൊണ്ടുപോകണ കണ്ടപ്പോൾ അയാൾ എനിക്ക് തന്നത് ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടാണ്. അങ്ങനെ ആ ചാവി തുറന്നിട്ട് കുട്ടിയെ പുറത്ത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. മോളുടെ അമ്മ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അമ്മ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയെന്ന് പറയുന്നു. അങ്ങനെ അമ്മ മരിച്ച കൊച്ചാണല്ലേ, ഇതിനെ കൊണ്ട് എന്ത് ചെയ്യാനാണ്? ഇതിനെ പോലീസിനെ ഏൽപ്പിക്കുകയായിരിക്കും നല്ലത്, അല്ലാതെ കൂടുതൽ പറയാനൊന്നുമില്ല, നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നു കേട്ടോ. അപ്പോൾ വർഷയ്ക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആകെ ടെൻഷനിൽ നിൽക്കുവാണ് വർഷ. കാരണം ആ കുഞ്ഞിനെ കൊണ്ട് എന്ത് ചെയ്യണം, തനിക്കേ ഒരു ആശ്രയമില്ലാതെ നടക്കുകയാണ്. ആ സമയത്ത് ഒരു കുഞ്ഞിനെയും കൂടി തനിക്ക് പുലർത്താൻ സാധിക്കുമോ? അങ്ങനെ ജയിലിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ അയാളായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. മാഡം ആ സമയത്ത് വന്നത് രക്ഷകയായിട്ട് തന്നെയാണ്. കാരണം അപ്പോൾ മാഡത്തിൻ്റെ പേര് എനിക്കറിയില്ല, എൻ്റെ പേര് വർഷ എന്നാണ്. ഞാൻ അവിടെ ഫുഡ് ഡെലിവറിക്ക് വന്നതാണ്, അഡ്രസ്സ് മാറിയിട്ട്. അപ്പോഴാണ് ഈ കുഞ്ഞു മോളുടെ സൗണ്ട് കേട്ടത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഈ കുട്ടി വിശന്നിട്ട് കരയായിരുന്നു. അപ്പോൾ ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്താണ്. ഈ മോൾക്ക് ആർച്ച എന്നാണ് പേര് എന്നറിഞ്ഞപ്പോൾ അതിൽ കൂടുതൽ വിഷമമായി. കാരണം എൻ്റെ അനിയത്തിയുടെ പേര് ആർച്ച എന്നാണ്, അതുകൊണ്ട് ഈ മോളോട് അത്രയും ഇഷ്ടം തോന്നിയതാണെന്ന് പറയുന്നു. അപ്പോൾ അയാൾ തിരിച്ചും പറയുന്നുണ്ട്, എനിക്കാണെങ്കിലോ ആത്മാവിലോ അതുപോലെ തന്നെ ദൈവത്തിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട്. ഇവളുടെ അമ്മയുടെ ആത്മാവ് തന്നെയാണ് കുട്ടിയെ എവിടെ എത്തിച്ചത് എന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് എന്തൊക്കെയാണ് ചേട്ടാ നിങ്ങൾ പറയുന്നത്? പിന്നെ എൻ്റെ മോളെ രക്ഷിക്കണം, ഇവളെ എവിടെ ആക്കരുത്,
ഞാൻ പുറത്തിറങ്ങുന്നവരെ മേഡത്തിന് ഇവളെ ഒന്ന് സംരക്ഷിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പരോളിൽ ഇറങ്ങിയ സമയത്താണ് ഇവളുടെ മോളുടെ അമ്മ മരിച്ചത്. എൻ്റെ മോളെ നല്ലൊരു കൈകളിൽ ഏൽപ്പിച്ചിട്ട് വേണം എനിക്ക് തിരിച്ചിങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചതാണ് പിടികൊടുക്കാൻ. പക്ഷേ അതിൻ്റെ മുന്നേ അതും സാധിച്ചില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പോലീസിൽ ഏൽപ്പിച്ചാൽ അവൾക്ക് അത്രയും വേദനയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ആക്കും. അത് വേണ്ട. കുട്ടിയെ ഒന്ന് രക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഈ കുട്ടിയുടെ ബന്ധുക്കളോ ചേട്ടൻ്റെ ബന്ധുക്കളോ ഒക്കെ ഉണ്ടാവുമല്ലോ, അവിടെ കൊണ്ടാക്കിയാൽ പോരെ. ഞാനൊരു അനാഥനാണ്, അതുകൊണ്ട് തന്നെ ഒരു അനാഥാലയത്തിൽ വളർന്നതാണ്. എൻ്റെ കുഞ്ഞും അങ്ങനെ വളരാനായിരിക്കും അവൾക്ക് യോഗം. അല്ലാതെ ഇപ്പോൾ ഞാൻ എന്താണ് പറയേണ്ടത് ചേട്ടാ? ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. കുട്ടിക്ക് ഇവളൊന്ന് രക്ഷിക്കാൻ സാധിക്കുമോ? ഞാൻ പുറത്തിറങ്ങണ വരെ മാത്രം മതി, അവളൊന്ന് സംരക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്. ചേട്ടാ, ഈ കൊച്ചിയിൽ ജീവിച്ചു പോകാൻ തന്നെ ഗതികേടുന്നവളാണ് ഞാൻ. ചേട്ടൻ വിചാരിക്കുന്ന പോലെ ഒരുപാട് സമ്പത്തോ സ്വത്തോ എനിക്കില്ല. ഞാൻ എങ്ങനെയോ ജീവിച്ചു പോകുന്നവളാണ്. ഈ കുട്ടിയെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് സാധിക്കുമെന്ന് എനിക്കറിയില്ല. അല്ലാതെ സുരക്ഷിതമായിട്ടൊരു കൈകളിൽ എനിക്ക് ഏൽപ്പിക്കാനില്ല മാഡം. മാഡം തന്നെ എൻ്റെ മോളെ സംരക്ഷിക്കണം, അതാണ് എനിക്ക് സന്തോഷമെന്ന് പറയുന്നു. അങ്ങനെ ഒരു അവിടുത്തെ എസ് ഐ വന്ന് ചോദിക്കുന്നുണ്ട്, കുട്ടിയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ കുട്ടി എൻ്റെ ബന്ധുവാണ്, ഈ കുട്ടി കൊണ്ടുപോയിക്കോളൂ എൻ്റെ മോളെ എന്ന് പറയുന്നു. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ. അതിനുശേഷം വർഷ ചോദിക്കുന്നുണ്ട്, ചേട്ടൻ എന്തിനാ ഞാൻ ചേട്ടൻ്റെ ബന്ധുവാണെന്ന് പറഞ്ഞത്? എനിക്ക് അപ്പം അങ്ങനെ പറയാൻ തോന്നിയത്. കുട്ടി എൻ്റെ മോളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് കൈ കൂപ്പി തോന്നുന്നു കേട്ടോ അച്ഛൻ. അതിനുശേഷം തന്നെ വീണ്ടും വർഷയാണെങ്കിലോ വീട്ടിലേക്ക് ആ കുട്ടിയെ കൊണ്ടുവരാണ്. അല്ലാതെ വേറെ നിവർത്തി വർഷയ്ക്കില്ലല്ലോ. അതിനുശേഷം തന്നെ അഭിയും അതുപോലെ തന്നെ അഞ്ജും എല്ലാവരും കൂടി ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ട്. അതായത് വർഷയുടെ വിവാഹകാര്യം നിശ്ചയം കഴിഞ്ഞാൽ തന്നെ കുറേ സമാധാനമാവും, അപ്പോൾ തന്നെ അവളുടെ മനസ്സ് മാറിക്കോളും എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിലും ആൻറ്റി എന്തെങ്കിലും തടസ്സം പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, അത് കാര്യം വെക്കണ്ട, എന്തായാലും വർഷയുടെ വിവാഹം നടക്കണം എന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ വീണ്ടും ആ കുട്ടീനെയും കൊണ്ട് വരുന്നത് കാണുമ്പോൾ ഈ കൊച്ച് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശിവ പറയുന്നുണ്ട്, ഈ കുട്ടിയെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവില്ലേ, അതാണ് ആ കുട്ടീനെ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അത് ശരിയാണ്, ഞാൻ ചെന്ന സമയത്ത് ഈ കുട്ടിയുടെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അയാൾ പരോളിനിറങ്ങിയ ഒരു ജയിൽ പുള്ളിയാണെന്നാണ് പറയുന്നത്. ഈ കുട്ടിയുടെ അമ്മ മരിച്ചുപോയി. അപ്പോൾ അവ പറയുന്നുണ്ട്, എന്തിനാ ഈ കുട്ടീനെ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ കുട്ടിയുടെ വിഷമം കണ്ടിട്ട് സഹിച്ചില്ല. ഈ ലോകത്തിലെ എല്ലാവരുടെയും വിഷമം കണ്ട് സഹിച്ചില്ലെങ്കിൽ താൻ എന്ത് ചെയ്യും? എല്ലാവരും സംരക്ഷിക്കാൻ തനിക്ക് സാധിക്കുമോ? ഈ കുട്ടീനെ പോലീസിൽ ഏൽപ്പിക്കണം, അതാണ് വേണ്ടതെന്ന് പറയുന്നു. നമ്മുടെ ശിവ അങ്ങനെ തന്നെ പറയുന്നത്. ആ കുട്ടിയുടെ അച്ഛൻ ഞാനൊരു ബന്ധുവാണെന്ന് പറഞ്ഞു അവരുടെ മുന്നിൽ വെച്ചിട്ട്. അതിനുശേഷം തന്നെ അയാൾ എന്നെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അയാൾ പുറത്തിറങ്ങുന്ന വരെ എന്തായാലും ആ കുട്ടിയെ സംരക്ഷിക്കണം എന്ന് പറയുന്നു. ഇതൊക്കെ തെറ്റാണ് വർഷ, നീ ഒരു കാര്യം ചെയ്യേ, പോലീസിനോട് തിരുത്തി പറയേ അയാൾ കള്ളം പറഞ്ഞതാണെന്ന്. അതിനുശേഷം ആ കൊച്ചിനെ അങ്ങ് ഏൽപ്പിച്ചേക്ക്, താൻ ഇതൊന്ന് റിസ്ക് ഏറ്റെടുക്കണ്ടെന്ന് പറയുന്നു. കുറച്ച് ദിവസം ഈ കുട്ടി ഇവിടെ നിന്നോട്ടെ അല്ലേ, എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ? ഇത് വിവേകേട്ടനും ആൻറ്റിയും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറയണ്ട എന്ന് പറയുമ്പോൾ മല്ലികാക്ക അവിടുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതാ ഈ ചെറിയ കുട്ടി, എന്തൊക്കെയാണ് നിങ്ങൾ സംസാരിക്കുന്നത്? മാഡം വിവേക് സാർ അറിഞ്ഞ എന്താ പ്രശ്നം? ഇവർ അപ്പോഴത്തേനും ഈ കുളന്ത ആര്, ഈ വർഷപ്പാപ്പാട് ആര് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. വർഷയാണെങ്കിൽ ആ കുട്ടിയെ റൂമിൽ കൊണ്ടുപോകുന്നുണ്ട്. ഇതെല്ലാം ഞാൻ തെളിയിക്കുമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മുടെ ധനപാലനും നമ്മുടെ വസുന്ധരയും കൂടി സംസാരിക്കുന്നുണ്ട്. പത്രം വായിക്കൽ നിർത്തിക്കോ, വേറൊന്നുമല്ല, നമുക്ക് എൻഗേജിൻ്റെ കാര്യം ചർച്ച ചെയ്താലോ? എത്ര നേരമായി പത്രം വായിച്ചുകൊണ്ട്. വിവേക് വന്നിട്ട് പറയുന്നുണ്ട്, അക്ക എന്തൊക്കെയാണ് പറയുന്നത്? അവളൊരു കുട്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഡെലിവറി കൊടുക്കാൻ പോണ സ്ഥലത്ത് ഒരു കുഞ്ഞുണ്ട്, ആ കുട്ടിയെ എപ്പോഴും പൂട്ടിയിട്ടിരിക്കുകയാണെന്ന്. ചിലപ്പോൾ ആ കുട്ടിയെ വീട്ടിലേക്ക് ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടാവും. അല്ലാതെ എന്ത് അനാവശ്യമാണ് ഈ പറയുന്നത്? വർഷയെക്കുറിച്ച് ഇങ്ങനെ അനാവശ്യം വിളിച്ച് പറയരുതെന്നൊക്കെ മല്ലികയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് കേട്ടോ വിവേക്. എന്തായാലും തുടർന്നുള്ള എപ്പിസോഡ് നമുക്ക് എന്താണെന്നുള്ളത് കണ്ട് തന്നെ അറിയാം കേട്ടോ.